കർത്താവേ, ഈ സായം സന്ധ്യ നിന്റെ വചനവുമായി അടികൾ കടന്നു വരുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, വിശേഷിച്ച് ഈ ഗ്രൂപ്പിനായി പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിലെ എല്ലാ മെമ്പേഴ്സിനും അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്ന ശേഷം ഇന്നത്തെ ശുശ്രൂഷകർക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, വചനം കേൾക്കുന്ന ഓരോരുത്തരും വചനം മനസ്സിലാക്കുവാൻ അതിന് പ്രകാരം അറിയുവാൻ സഹായിക്കണം. വിശേഷം ഞങ്ങളുടെ പാട്ട് ശുശ്രൂഷ, ഈ ഗാന ശുശ്രൂഷയിൽ കർത്താവേ നിന്റെ കൃപയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇതും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. പാടുന്ന ഓരോ പാട്ടുകളും ഹല്ലേലൂയ അതിനെ തിരുനാമം മഹത്വീകരിക്കുവാൻ ദൈവമേ അഡ്മിൻ മെമ്പേഴ്സ് മറ്റേ മെമ്പേഴ്സ് പ്രോഗ്രാം കഴിയുന്നവരെയും കർത്താവ് ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിനാൽ ഞങ്ങൾ നടത്തണമേ, നിയന്ത്രിക്കണമേ കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ചില പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ആദ്യമായി ഞങ്ങളൊരു ഇംഗ്ലീഷ് പാട്ട് പാടാൻ പോകുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. Bless the Lord, oh my soul, oh His holy never before. Oh my soul, I worship Your holy name. Sun comes up, it's a new day. Go sing your song again. Whatever may pass and whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship His holy. You are rich in love and you are slow to anger. Your name is keep on singing. 10,000 reasons for my heart. Bless the Lord, oh my soul, I worship His holy name. Sing like never before, oh my soul, I worship His soul. And on that day when my strength is failing, the end was near and all my goodness I 10,000 years and forevermore. Let the Lord, oh my soul, I worship His holy name. Sing like never before, worship Your holy name. The sun comes up, it's a new day dawning. It's time to sing Your song again. Whatever lies before me, let me be singing when the evening comes. Bless the Lord, oh my soul, I worship His holy name. Sing like never before, oh, I worship Your holy name. And Your soul to anger, Your name is great and Your heart is kind. For Your goodness I will keep on saying. 10,000 reasons for my heart to find. Bless the Lord, oh my soul, I worship His holy name. Oh my soul, I worship His holy name. Hallelujah. Praise the Lord.
परमेश्वर हालेलुया मसीह का हम आराधना करेंगे। हालेलुया प्रेज द लॉर्ड प्रेज द लॉर्ड। तू मेरा बल है प्रभु, तू मेरा बल है प्रभु, बल है प्रभु, तू सर्व बल है प्रभु, मेरा बल है प्रभु, तू मेरा बल है प्रभु, तू सर्व बल है प्रभु। उठती लहरों में है मेरा कप्तान, संग मेरे इस दर में आ, तू मेरे कप्तान, तू मेरा बल है प्रभु, तू मेरा बल है प्रभु, तू मेरा बल है प्रभु, तू सर्व बल है प्रभु, तू मेरा बल है प्रभु, है प्रभु। जब मैं थका गिरा और निर्मल भी हुआ, जब मैं थका गिरा और तूने ही चंगा किया बहुत मेरा, तूने ही चंगा किया यहोवा शाबोत मेरा, तू मेरा बल है, तू मेरा बल है प्रभु, तू मेरा बल है प्रभु, तू मेरा बल है प्रभु, तू मेरा बल है, तू सर्व बल है प्रभु, तू मेरा बल है प्रभु, तू सर्व बल है प्रभु। പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ പ്രൈസ് ലോർഡ്. അടുത്തതായി ഞങ്ങളൊരു മലയാളം പാട്ട് പാടാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിനെ സ്തുതിക്കുന്ന ഒരു ഗാനമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പാടി, പിന്നെയും അത് പാടുവാൻ തക്കവണ്ണം വളരെയധികം ആത്മാവ് പ്രേരണ നൽകുന്നത് കൊണ്ട് ആ പാട്ടിനെ ഓർക്കുന്നു. ഈ ഗാനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ആ പ്രിയദാസ്യത്തിൻ്റെയും കർത്താവ് അനുഗ്രഹിക്കുകയും കൃപയാൽ നിറയ്ക്കുകയും ചെയ്യട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കേവർക്കും ഈ പാട്ട് പാടി വളരെ ആനന്ദം, നമുക്കേവർക്കും ആനന്ദം. കർത്താവിനോടുള്ള വാസം ഓർക്കുമ്പോൾ ആനന്ദം, പരമാനന്ദം പ്രഭു. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ആനന്ദമേറുവാൻ തക്കവണ്ണം ഈ പാട്ട് നമുക്കേവർക്കും ഒരുമിച്ച് അത് പാടി ആനന്ദിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. എന്റെ പ്രാണനായക നിന്നെ കാണുവാൻ ആശയെ വന്നിടും, എന്റെ പ്രാണനായക നിന്നെ കാണുവാൻ ആശയെ സ്വർലോകവാസം ഓർക്കുമ്പോൾ, പ്രിയചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു, സ്വർലോകവാസം പ്രഭു. എന്നും മേഘ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണുവാൻ ആശമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ശാരോനിലെ പനിനിപ്പോ താഴ്വരയും താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ, ശാരോനിലെ പനിനിപ്പോ താഴ്വരയും താമര മുള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ, സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയിൽ കൊടികളേന്ത്യ സൈന്യം പോൽ, സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയിൽ വന്നിടും എന്റെ പ്രാണനായക നിന്നെ കാണുവാൻ ആശയേറുന്നേ. പ്രിയചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭുക്കുമ്പോൾ, പ്രിയചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. കണ്ണീരില്ല നാടതിൽ
ശോകമെന്നു കണ്ണീരില്ല നാടതിൽ, ശോകമില്ല വീടതിൽ എന്നു എത്തിടും പ്രിയ. നിന്നെ കാണുവാൻ ആർത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു ആർത്തിയാൽ കാത്തിടുന്ന കാന്തയാൽ ചേർത്തിടുവാൻ എന്തു താമസം. എന്നു വേഗെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയുണ്ടേ. ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു, ആനന്ദം പരമാനന്ദം പ്രഭു. വാടിത്തളർത്തിയിടിലും തന്റെ കാന്ത എത്ര സുന്ദരി, യോഗമേയിലേറ്റതാൽ വാടിത്തളർത്തിയിടിലും തന്റെ കാന്ത എത്ര സുന്ദരി. ശോഭയുള്ളവൾ കൂടാരങ്ങളെ സോളമൻ എന്നു മേഘെ വന്നിടാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു, ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. ആരോനിലെ പനിപ്പു താഴ്വരയിലെ താമര, ഉള്ളുകൾക്കിടയിൽ വസിക്കും കാന്തയോ. ഷാരോനിലെ താമര വസിക്കും കാന്തയോ. കൊടികളെന്റെ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ മോഹിനിയാം കാന്തയച്ചതാ. കൊടികളെന്റെ സൈന്യം പോൽ സൂര്യചന്ദ്ര ശോഭ പോൽ എന്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. എന്നു വേഗെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസപ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു, ആനന്ദം പ്രഭു. കണ്ണീരില്ല നാടതിൽ, രോഗമില്ല വീടതിൽ എന്നു വന്നു ചേർത്തിടും പ്രിയ. കണ്ണീരില്ല നാടതിൽ, രോഗമില്ല വീടതിൽ എന്നു വന്നു ചേർത്തിടും പ്രിയ. ഇടുന്ന കാന്തയെ ചേർത്തിടുവാൻ നിന്നെ കാണുവാൻ ആർത്തിയാൽ കാത്തിടുന്ന കാന്തയെ ചേർത്തിടുവാൻ എന്തു താമസം. എന്നു മേഘെ നായക, എന്നു മേഘെ വന്നിടും എന്റെ പ്രാണനായക, നിന്നെ കാണുവാൻ ആശയേറുന്നേ. സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ, സ്വർലോകവാസം ഓർക്കുമ്പോൾ പ്രിയൻ ചാരെ എത്തുമ്പോൾ ആനന്ദം പരമാനന്ദം പ്രഭു. Praise the Lord. Hallelujah. സ്തോത്രം സ്തോത്രം സ്തോത്രം. Praise the Lord. Hallelujah. Hallelujah. Praise the Lord. റോസ് ഫാമിലി കൺവെൻഷനിൽ എനിക്കും പങ്കുചേരുവാൻ കർത്താവ് എന്നെയും സഹായിച്ചു. ഞാൻ ആദ്യമേ നിങ്ങളോട് നിതമായ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നെറ്റിൻ്റെ ഞങ്ങൾ താമസിക്കുന്ന രാജസ്ഥാനിൽ വളരെ പ്രാവശ്യവും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സദയം ക്ഷമിക്കുമെന്ന് ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഗ്രൂപ്പിൻ്റെ പ്രത്യേകിച്ചും ഫാമിലി ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ ചീഫാണ് പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം ഈ ഗ്രൂപ്പിൻ്റെ ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യുക മാത്രമല്ല, ഈ ഗ്രൂപ്പിൽ അതുപോലെ മറ്റ് എനിക്ക് പരിചയമൊന്നും ഇല്ലെങ്കിലും ഞാൻ രാജസ്ഥാനിൽ ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അവരോടും എനിക്ക് പ്രത്യേകമായ നന്ദിയുണ്ട് ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ മെമ്പേഴ്സ്, അത് ഞാൻ കർത്താവിൽ ആശിക്കുന്നത് പെട്ടെന്ന് അത് തികയും ഒരു വലിയ കൃപ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ഗ്രൂപ്പ് അത് ആശ്വാസം ഇല്ലാത്തവർക്ക് ആശ്വാസം എന്നുള്ളൊരു ആപ്തവാക്യം, ഒരു നാര, ഒരു സ്ലോഗൻ ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ എല്ലാവരെയും കർത്താവിൽ ഞാൻ ക്ഷണിക്കുകയാണ്. കാരണം തീർച്ചയായും ഇന്നത്തെ വന്നതിന് ശേഷമുള്ള ഇപ്പോഴും കൊറോണ ഉണ്ടെന്ന് നമുക്കറിയാം, അത് പ്രത്യേക ഒരു മാഹോൾ, തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ അനേകർക്ക് അത് ആശ്വാസമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം,
അതെ, ഇതാ ശലോമോനിലും വലിയവൻ എന്നുള്ളൊരു വിഷയമാണ്. അവരെ തീർച്ചയായിട്ടും അതുകൊണ്ട് എൻ്റെ ആ ശൈലി പലപ്പോഴും ടീച്ചിങ് ശൈലിയിലേക്ക് മാറും. എങ്കിലും ഞാൻ എൻ്റെ ഉദ്ദേശം അതെ നിങ്ങളെ കാര്യങ്ങൾ അതെ വിഷയങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഈ പാട്ടും അതുപോലെ പ്രസംഗവും അത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമായി എന്ന് കേൾക്കുവാൻ ഞാൻ കർത്താവിൽ ആശിക്കുകയാണ്. പ്രിയമുള്ളത്, ഇന്നത്തെ അടിസ്ഥാനമായി ഞാനൊരു വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. സദൃശ്യങ്ങളാണ് ഞാൻ വായിക്കുന്നത്. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമായുള്ള ആയിട്ട് 4 ഉണ്ട്. ഹരാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കും. വെട്ടുക്കിളിക്ക് രാജാവില്ല, അതൊക്കെ അണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ഞാൻ ഈ ഭാഗം ഹിന്ദിയിൽ കൂടെ ഒന്ന് വായിക്കാം. नीति वचन चैप्टर 30 इसके 24 से लेकर 28 तक जो वचन है। पृथ्वी पर 4 छोटे जंतु हैं जो अत्यादि तो है, परंतु दोपहर में अपनी भोजन वस्तु बटोरती है। बिज्जू बली जाति नहीं मानदे पहाड़ों पर होती है। चिड़िया के राजा सबको सब दिलों बांध कर चलती है, और छिपकली स्पाइडर हाथ में पकड़ी तो जाती है तो भी राजभवन में रहती है. ഇവിടെ ശലോമോൻ രാജാവിൻ്റെ ആണ് നമുക്കിവിടെ കാണാൻ കഴിയും. ജ്ഞാനമെന്ന് പറയുന്നത് അത് ദൈവം നൽകുന്നതാണ്. കാരണം ശലോമോൻ ദൈവത്തോട് തൻ്റെ പണമോ അല്ല ആവശ്യപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ദൈവമേ തൻ്റെ ജനതയെ നയിക്കുവാനുള്ള ഭരിക്കാനുള്ള ജ്ഞാനം, അതാണ് ദൈവത്തോട് ആഗ്രഹിച്ചത്. ഫിയർ ഓഫ് ദ ലോർഡ് ഈസ് ദ ബിഗിനിങ് ഓഫ് നോളജ്, ബട്ട് ദ ഫൂൾസ് ഡിസ്പൈസ് വിസ്ഡം ആൻഡ് ഇൻസ്ട്രക്ഷൻ. ബുദ്ധിമാന്മാർ, അതായത് യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. എന്നാൽ ബുദ്ധികെട്ടവരോ, ദൈവത്തെ അനുസരിക്കാത്തവർ, മൂഢന്മാർ, അവർക്ക് ഈ അനുസരണയോ നിർദ്ദേശമോ ഇൻസ്ട്രക്ഷനോ ഒന്നും ആവശ്യമില്ല. ഒരു ഭാഗം കൂടെ ഞാൻ പറയുകയാണ്. യഹോവയായ കർത്താവേ, നിൻ്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായ ഒന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരും കൊടുക്കുകയും ചെയ്തു. മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിൻ്റെ നാമം. പ്രിയരെ, തിരുവെടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ പല പേരുകൾ നമുക്ക് യാഹ്വേ, ഏൽ, എലോഹിം, എലോ, എലോഹായ്, എൽ ഷദായ്, ജാവർ തുടങ്ങിയ അനേക പേരുകൾ കാണാൻ കഴിയും. നമുക്കറിയാം ദൈവം ഈസ് ഒംനി പ്രസൻറ്റ്, ഒംനിസെൻറ്റ് ആൻഡ് ഒംനിപൊട്ടൻറ്റ്. ഇതാണ് ദൈവത്തിൻ്റെ ഡെഫിനിഷൻ. ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ കർത്താവ് നമുക്ക് എന്താ സർവശക്തി, അവൻ സർവവ്യാപിയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഇവിടെ ശലോമോൻ ഈ ഭാഗം നമ്മളോട് പറയുമ്പോൾ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഇവിടെ 4 ജന്തുക്കളെ, 4 ജീവികളെയാണ് ഇവിടെ ശലോമോൻ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത്. 4 ജീവികൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ കാര്യം ജ്ഞാനത്താൽ ഇവിടെ ശലോമോൻ നമ്മൾ പ്രസ്താവിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒന്നാമത്തെ അവിടെ കാണാൻ കഴിയുന്ന ഇതാണ് ഉറുമ്പ്. അതിനെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുന്നു, ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. ഉറുമ്പിനെ പറ്റി പഠിക്കുമ്പോൾ അത് ബലഹീന ജാതിയാണ്, ആഹാരം സമ്പാദിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഈ ഉറുമ്പും മനുഷ്യൻ തമ്മിലുള്ള കമ്പാരിസനാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. മഴക്കാലത്ത് ഈ ഉറുമ്പ് എന്തെടുക്കും, ഇത് പർവ്വതത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഭക്ഷണമായിട്ടിരിക്കും. എന്നാൽ വേനൽക്കാലമാകുമ്പോൾ എന്തെടുക്കും, ഈ ഉറുമ്പ് വെളിയിൽ വന്നിട്ട് അത് ഭാവിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് വരാൻ പോകുന്ന ദൈവം തൻ്റെ സാദൃശ്യം സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യന് അങ്ങനെയുള്ള ചിന്തകൾ പലരിലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. വായിക്കാം. സദൃശ്യം 6-ാം അധ്യായം 8-9 വാക്യം വായിക്കുമ്പോൾ, എപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും, കുറേ കൂടെ ഉറക്കം, കുറേ കൂടെ നിദ്ര, കുറേ കൂടെ കൈകൊട്ടി കിടക്കുക. അപ്പോൾ മടിയനെ പോലെ, അലസനെ പോലെ
നാളത്തെക്കുറിച്ച് വിചാരമില്ലാതെ കിടക്കുന്ന ഒരു മടിയനായ വ്യക്തിയെ ഉറുമ്പുമായിട്ട് ഇവിടെ കമ്പയർ ചെയ്യുകയാണ്. 6:6 കൊണ്ട് നമുക്ക് വായിക്കുമ്പോൾ, മടിയ, നീ ഉറുമ്പിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക. ജ്ഞാനം ദൈവം ആവശ്യപ്പെടുകയാണ്. ഉറുമ്പിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ നോക്കി ദൈവം അനുദപിച്ചു എന്നാണ് ഇവിടെ. ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം മനുഷ്യൻ ജീവിക്കുന്നില്ല. അതുകൊണ്ട് ദൈവം എന്തെടുക്കും? ദൈവം ഉൽപ്പത്തി പുസ്തകം 6-ൽ എഴുതിയിരിക്കുന്നത്, ദൈവം ഈ മനുഷ്യനെ നോക്കി അനുദപിച്ചു എന്നാണ് ഇവിടെ കാണാൻ. ഇതിനെപ്പറ്റി നമ്മൾ വായിക്കുമ്പോൾ, അതിന് നായകനും മേൽവിചാരകനും അധിപതിയും ഇല്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ശേഖരിക്കുന്നു. അതിനൊരു പാസ്റ്ററിൻ്റെ ആവശ്യമില്ല, അതിനൊരു മൂപ്പൻ്റെ ആവശ്യമില്ല. പക്ഷേ ഒരു വലിയൊരു കഷ്ടകാലം വരാൻ പോകുന്നു, ഒരു വലിയ വിപത്തി, ട്രാജഡി, ത്രാസതി, ഒരു വലിയ ഒരു ക്ഷാമം കടന്നു വരാൻ പോകുന്നു എന്ന് മുന്നേ കണ്ടുകൊണ്ട് അതെന്തോ എടുക്കുന്നു? വേനൽക്കാലത്ത് ഭക്ഷണം ശേഖരിക്കുന്നതായിട്ട് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് പ്രിയമുള്ളവരെ, ശലോമൻ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത്? ശലോമൻ എന്താണ് ആഗ്രഹിക്കുന്നത്? ഒന്ന്, നീ മടിയനെ പോലെ. നമ്മളെ ദൈവം ഓരോ സ്ഥാനത്ത് ഓരോരുത്തരും ഇരുത്തിവാദം നൽകി നമ്മളെ ഓരോ ഡ്യൂട്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. നാം അലസരായി മടിയനെ പോലെ കിടന്നുറങ്ങാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. മറ്റൊരു വിഷയം ഇതാണ്, നാം ഉറുമ്പിൻ്റെ അടുക്ക പോയി അതിന് അധിപതിയില്ല, അതിന് നായകന്മാരില്ല, അതിന് മേൽവിചാരകരില്ല എങ്കിൽ അത് ഭാവിയെ മുന്നിൽ കണ്ട് അത് വേനൽക്കാലത്ത് അത് ഭക്ഷണം, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇതിൽ നമുക്ക് എന്താണ് ഏത് ആശയം നമുക്ക് പഠിക്കാൻ പറ്റും? ഇനി വരാൻ പോകുന്ന ഒരു കഷ്ടകാലമാണ് പ്രിയമുള്ളവരെ. അത് അന്ത്യക്രിസ്തുവിൻ്റെ ഭരണമാണ്. അതുപോലെ തന്നെ ഈ കാലം ഇതിനൊരു കാലം പോവില്ല. അതിന് അഡ്വാൻസ് ആയിട്ടാണ് ദൈവം ഈ കൊറോണ ഇങ്ങോട്ട് വന്നാന്നിരിക്കുന്നത്. അതനുസരിച്ച് ഈ കൊറോണ ഇതങ്ങനെ പോകുന്ന മട്ടുമില്ല. ഒരു സ്ഥലത്തൊന്ന് കുറഞ്ഞ ശേഷം പിന്നീട് അത് കടന്നു വരികയാണ്. ഇന്ന് അറബ് കൺട്രീസിൻ്റെ അറിവനുസരിച്ച് അവിടെ പ്രൈസലോ 1 വർഷമായി ഞാനിവിടെ താമസിക്കുക. ഇന്നവരെ 11 മാസത്തേറെ ട്രെയിൻ സർവീസ് ഇല്ല. ഞാൻ ഈ പറഞ്ഞൊരു സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ, വരാൻ പോകുന്ന ഒരു വലിയൊരു കഷ്ടകാലമാണ്. ഈ ദൈവം നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയാണ്. ദൈവം നമ്മൾ അലസരായി പോകരുത്, നമ്മൾ അലസരായി മാറണം. ഈ ഉറുമ്പ് ചെയ്യുന്നത് പോലെ ഹല്ലേലൂയ, ഭാവിയെ കരുതി, രക്ഷയെ കരുതി, ഹല്ലേലൂയ, നമ്മുടെ ജീവനെ കരുതി, നിത്യത എന്ന് പറയുന്ന ഒരു പ്രസംഗി 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിനും കീഴിലുള്ള സകല കാര്യത്തിലും ഒരു കാലമുണ്ട്. ജനിപ്പാൻ ഒരു കാലം, മരിപ്പാൻ ഒരു കാലം, ഒരു കാലം, നട്ടത് പറിപ്പാൻ ഒരു കാലം. വരവിന് ഒരു സമയമുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വരവ് എക്ദം നിക്കട്ടാണ്, എക്ദം അതെ, ഏറ്റവും സമീപമാണ് കർത്താവിൻ്റെ വരവ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ഈ ലോകത്തിൻ്റെ ശീതളഛായയിൽ ലോകത്തിൻ്റെ സുഖഭോഗം ഡൈവേർട്ട് ചെയ്താൽ പ്രിയമുള്ളവരെ, പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഹല്ലേലൂയ രക്ഷയുടെ മാർഗം കണ്ടെത്തുവാൻ കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഇത് തന്നെ സുപ്രസാദ കാലം, ഇത് തന്നെ രക്ഷാ ദിവസം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ സമയത്ത് തന്നെ നിവർത്തീകരിക്കും. അതിനെ തടയുവാൻ നമുക്ക് ആർക്കും കഴിയില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാകണം. ഹല്ലേലൂയ. എഫെസ്യർ 5:16 അതെ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിൻ്റെ ഇഷ്ടം ഇന്നതെന്ന് നാം ഗ്രഹിച്ചു കൊള്ളുവീൻ. ഹല്ലേലൂയ. ദുഷ്കാലമാകാൻ, ഹല്ലേലൂയ, സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓരോരുത്തരെ കുറിച്ചും അതെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഓരോ ഉദ്ദേശം കർത്താവിനുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ആ ഉദ്ദേശം എന്തെന്ന് നമ്മൾ ദൈവത്തോട് ചോദിക്കും. കർത്തൃദാസന്മാർ ആത്മാവിൽ നമ്മളെ ഉദ്ബോധിപ്പിക്കും. ഹല്ലേലൂയ. ഓരോ വ്യക്തിക്കും ഓരോ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് പ്രിയമുള്ളവരെ. നമ്മൾ എവിടെയായി കൊള്ളട്ടെ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സേവ, ദൈവത്തിൻ്റെ സർവീസ്, ദൈവത്തിൻ്റെ ശുശ്രൂഷ, ഹല്ലേലൂയ, നമ്മൾ ചെയ്യാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ. 1 പത്രോസ് 5:6 ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, തക്ക സമയത്ത് നിങ്ങളെ ഹല്ലേലൂയ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ കൈക്ക്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ താണിരിക്കുമ്പോൾ ദൈവത്തിന് സമയമാകുമ്പോൾ നമുക്ക് അവസരങ്ങൾ ലഭിക്കും. ഹല്ലേലൂയ. പലരും ഇങ്ങനെയാ, അവസരങ്ങൾ എനിക്കില്ല, ഞാൻ സാധ്യമല്ല. ദൈവത്തിനൊരു പ്ലാനും പദ്ധതിയും ഹല്ലേലൂയയെ കുറിച്ചും പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവം ആ സമയത്ത് ഹല്ലേലൂയ അത് നിവർത്തീകരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം ഹല്ലേലൂയ ശമൂവേൽ, ഹല്ലേലൂയ, അവൻ ദേവാലയത്തിൽ അവൻ ആ പെട്ടകത്തിൻ്റെ അടുത്ത്, ഹല്ലേലൂയ, അവൻ അവിടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു സമയമായപ്പോൾ ദൈവം അവനെ വന്ന് വിളിച്ചു. ശമൂവേലേ, തൻ്റെ പുരോഹിതനായ ഏലി ആയിരിക്കും വിളിക്കുന്നത്.
രണ്ടാമതേ വിളിച്ചു, മൂന്നാമതേ വിളിക്കുകയാണ്. ഹാലൽ അപ്പോൾ ഏലി പറഞ്ഞു, മകനെ നിന്നെ വിളിക്കുന്നത് ഞാനല്ല, നിന്നെ വിളിക്കുന്നത് ജീവനുള്ള ദൈവമാണ്. ഹാലലുയ, നീ ഇങ്ങനെ പറയണം, അടിയനിതാ. പ്രൈസ് ദി ലോർഡ്. ഹാലലുയ. ദൈവം നിന്നെ വിളിക്കുമ്പോൾ മോശയെ പോലെ ബഹാന എന്ന് പറഞ്ഞാൽ ഒരു ഒന്നും പറയരുത്, എനിക്ക് സംസാരിക്കാൻ വയ്യെന്നോ എൻ്റെ നാക്ക് തടിച്ചതാണെന്നൊന്നും പറയരുത്. ഹാലലുയ, ദൈവത്തിന് അത് ഇഷ്ടമുള്ള കാര്യമല്ല. ഹാലലുയ, നിന്നെ ദൈവം വലിയ ഉത്തരവാദിത്തം നിന്നെ ഏൽപ്പിക്കും. ഹാലലുയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ ഒരു ഉറങ്ങാൻ, അലസരായിട്ടിരിക്കുവാൻ നീ തയ്യാറാകരുത്. ഹാലലുയ. ഹാലലുയ. നീ ആ ഒരു ഉറുമ്പിനെ പോലെ നീ കരുതി വെക്കണം. നിന്റെ ജീവന രക്ഷയ്ക്ക് വേണ്ടി നീ കരുതണം. ഹാലലുയ. നിനക്കറിയാം, നോഹ ഒരു പെട്ടകം പണിതു. നോഹയുടെ ദൈവം പറഞ്ഞു, നോഹയെ നീ നിന്റെ ജീവന രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം, കുടുംബത്തിൻ്റെ പെട്ടകം പണിയേണ്ടത്, ആ പെട്ടകം പണിതേ പറ്റൂ. എൻ്റെ പിതാവ് പാസ്റ്ററായതുകൊണ്ട് ഞാൻ പാസ്റ്ററാണെന്ന് നിർബന്ധമൊന്നുമില്ല. രക്ഷയെന്ന് പറയുന്നത്, രക്ഷയുടെ പെട്ടകം അത് ഓരോരുത്തരും പണിയേണ്ടതാണ്. ഹാലലുയ. ഓരോരുത്തരും അവരോട് നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്, മറ്റുള്ളവർ രക്ഷയുടെ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരണം, ഒരുവനെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരണം, ഒരുവനെ കർത്താവിനെ മനസ്സിലാക്കൊണ്ട്. നിങ്ങൾക്കറിയാമോ, ഞാൻ ഈ വടക്കൻ ഇത്രയും വർഷം ഞാൻ പല പുസ്തകങ്ങൾ രീതി, ഇവിടുത്തെ ജീവിത രീതി, ഇവിടെ ഓരോ മൂലയിലും ഓരോ മുക്കിലും ഓരോരോ ദൈവങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ട്. പലതരത്തിലുള്ള ദൈവങ്ങളെ ഇവിടെ യേശുവിൻ്റെ കാര്യം അവർ ചോദിക്കും, എന്താണെന്ന് അവർ ചോദിക്കും, അവർക്ക് അറിയില്ല. പ്രിയമുള്ളവരെ, നാം തക്കത്തിൽ നമ്മൾ ഉപയോഗിക്കണം. ഹല്ലേലൂയ. വിഷയത്തെ നമ്മൾ ഗൗരവമായിട്ട് എടുക്കണം. അലസരായി മാറുവാൻ പാടില്ല. അത് ഗ്രൂപ്പിലായാലും, അത് ഭവനത്തിലായാലും, നമ്മുടെ ദേശത്തായാലും, നമ്മുടെ ഏത് പരിസ്ഥിതിയിലായാലും പ്രിയമുള്ളവരെ, വി ഷുഡ് ബി മാറ്റി മാറ്റി നമ്മളെന്ത് എടുക്കണം? ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുവാൻ. രമ്യാവ് ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മതിൽ പണിതു, ഓരോരുത്തരുടെയും മതിലുകൾ. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. പാറയിൽ. ഹല്ലേലൂയ. നമ്മളെ അതിൻ്റെ ഉദ്ദേശം അറിയാം. അതിൻ്റെ ശത്രു ആക്രമിക്കും. ഹല്ലേലൂയ. ശത്രുവിൻ്റെ നജറിൽ, ശത്രുവിൻ്റെ പിടിയിൽ അതേ പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തിരിക്കുന്നു? അതിൻ്റെ പാർപ്പിടം, അതിൻ്റെ വാസസ്ഥലം അത് പണിതിരിക്കുന്നത് പാർപ്പിടത്തിൽ, അത് പാറയിലാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് നമ്മൾ ജീവിക്കുന്ന കഷ്ടതയുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. എനിക്കറിയാം, എനിക്ക് പലരെ അറിയാം, അവരുടെ ചില രോഗങ്ങളെക്കുറിച്ച് എപ്പോഴും അവർ ദുഃഖിതരാണ്. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ദൈവം തക്ക സമയത്ത് നിനക്ക് ഉത്തരം നൽകും. ഹല്ലേലൂയ. നീ നിരാശപ്പെടരുത്. ഹല്ലേലൂയ. നീ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. നമുക്കറിയാം, ഒരു അർദ്ധരാത്രിയിൽ കടന്നു വന്ന ഒരു ഹല്ലേലൂയ ഒരു മിത്രം, ഒരു സുഹൃത്ത്, ഒരു കൂട്ടുകാരൻ. പ്രൈസ് ദി ലോർഡ്. ആ കൂട്ടുകാരൻ എന്തോ എടുക്കുന്നു നിങ്ങൾക്കറിയാമോ? ആ കൂട്ടുകാരൻ ഹല്ലേലൂയ അദ്ദേഹത്തിന് വന്നു. ആ വസതിയിൽ താമസിക്കുന്ന അതിൻ്റെ ഉടമയ്ക്ക് ഭക്ഷണം കൊടുക്കാൻ നിവർത്തിയില്ല. അവൻ പടോസിൽ ചെന്നു, അയൽവക്കത്ത് ചെന്ന് ഭക്ഷണം ചോദിക്കുക. അവൻ ആദ്യം പറഞ്ഞു, ഭൈ എനിക്കൊന്നും പറ്റത്തില്ല, എൻ്റെ കുട്ടി കിടന്നുറങ്ങുക, വാതിൽ അടച്ചിട്ടിരിക്കുക, പല ഹല്ലേലൂയ അവൻ ഉപാധികൾ പറയുകയാണ്. എന്നാൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം, അവൻ മുട്ടും തോറും കഥകിന് കൊട്ടും തോറും എന്താണ് സംഭവിക്കുക? അവൻ വിട്ടുപോകാൻ തയ്യാറല്ല. ഉത്തരം ലഭിക്കുന്നവരെയും നമ്മുടെ വിഷയം വെച്ച് നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം, ഞാൻ പറയട്ടെ, ദൈവത്തിന് ഉത്തരം കൊടുക്കാതിരിക്കാൻ ഒക്കത്തില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മൾ നിരാശരാകരുത്. നിന്റെ വിഷയം, നീ ഭാരപ്പെടുന്ന വിഷയം എന്തുവാവട്ടെ, ഹല്ലേലൂയ, ആ വിഷയത്തിന് വേണ്ടി നീ മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ദൈവം തന്നെ ഉത്തരം. പ്രൈസ് ദി ലോർഡ്. ലോകവൈദ്യന്മാർ എല്ലാം നിഷ്ഫലമാണ്. വൈദ്യന്മാരെല്ലാം സീറോയാണ്. ഹല്ലേലൂയ. എൻ്റെ ദൈവം വിശ്വസ്തനാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, എൻ്റെ ഈ വിരൽ, ഹല്ലേലൂയ, ഞാൻ ചെറുപ്രായത്തിലായിരുന്നപ്പോൾ ഹല്ലേലൂയ, ഞാൻ എൻ്റെ മാതാവ് പറഞ്ഞനുസരിച്ച് ഞാനിങ്ങനെ പച്ചക്കറിയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ വിരൽ മുറിഞ്ഞ് താഴെ പോയി. എൻ്റെ പിതാവ് ഒരു പാസ്റ്ററായിരുന്നു. അത് എടുത്ത് ഈ മുറി വെച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ പറയട്ടെ, 10 ദിവസം കഴിഞ്ഞ് ആഴ്ച കഴിഞ്ഞിട്ട് ഉണങ്ങിയിരുന്നു. ഞാനൊരു മരുന്നിനെ ആശ്രയിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ഏത് വിഷയമാവട്ടെ, ദൈവസന്നിധി നമ്മൾ ഇരുന്നിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവം അതിന് ഉത്തരം നൽകും. ദൈവത്തിന് പങ്കൽ ഉത്തരമുണ്ട്. മുട്ടിപ്പായി നിങ്ങൾ പ്രാർത്ഥിക്കണം ആ വിഷയങ്ങൾക്ക് വേണ്ടി. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ നമ്മുടെ ഭാഗത്തിലേക്ക് കിടക്കട്ടെ. ദൈവം നമ്മളെ വെള്ളത്തിലെ താമര പോലെ ഹല്ലേലൂയ നമ്മളെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, കൊറോണ കടന്നു വന്നു, എത്രയോ ആൾക്കാർ മൺമറഞ്ഞു പോയി. ആദ്യകാലത്ത് പ്രായമുള്ളവരാ മരിക്കുന്ന, അല്ല, ചെറുപ്പക്കാരും മരിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അനേക പേരുകെട്ടവർ, പ്രശസ്തിയുള്ളവർ മരിച്ചു. അമേരിക്കയിൽ മറ്റു ഏതാണ്ട് 5.5 ലക്ഷത്തോളം 6 ലക്ഷത്തോളം പേര് മരിച്ചു എന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അറിവ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ കൊറോണ വന്നിട്ട് പോലും ദൈവം നമ്മളെ കാത്തു സൂക്ഷിച്ചില്ലേ?
ദൈവം തന്നെ ഒരു താമരയെ പോലെ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, വെള്ളത്തിലെ താമരയെ പോലെ ദൈവം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മളെ കൊണ്ട് ദൈവത്തിന് ചില ഉത്തരവാദിത്തങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്. ചില ഉത്തരവാദിത്തം കൂടെ ദൈവം നമ്മളെ ഏൽപ്പിക്കാനുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മെഹർബാണി, ദൈവത്തിൻ്റെ കൈൻഡ്നസ്, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ അല്പം കൂടി ജീവിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയിലും ഒന്ന് വിശ്വസിക്കണം, ദൈവം വഴി തുറക്കും. ദൈവത്തിന് പങ്കൽ ഉത്തരമുണ്ട്. ഈ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്നവനാണ്. പത്മോസിൻ്റെ അവസ്ഥ നിൻ്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ, അവിടെ ഉത്തരമുണ്ട്. ഹല്ലേലൂയ. ചങ്കളിൻ്റെ അനുഭവം നിൻ്റെ ജീവിതത്തിൽ കടന്നു വരട്ടെ, അവിടെ ഉത്തരമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഉത്തരം. ഹല്ലേലൂയ. നാം നിരാശ കൊണ്ട് സാത്താൻ്റെ പണിയാണ്. ഉറച്ചു വിശ്വസിക്കണം. ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഹല്ലേലൂയ. യെശയ്യാ 31:5 ഇങ്ങനെ കാണുന്നു, പക്ഷി ചുറ്റിപ്പറന്ന് കാക്കുന്നത് പോലെ സൈന്യങ്ങളുടെ യഹോവ യെരൂശലേമിനെ കാത്തുകൊള്ളുന്നു. പക്ഷി ചുറ്റിപ്പറക്കുന്ന പോലെ, കാക്കുന്ന പോലെ നമ്മളെ ദൈവം സുരക്ഷിതരാക്കിയിരിക്കുകയാണ്. സക്കറിയ 2:8 ഇങ്ങനെ കാണുന്നു, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളോട് കവർച്ച ചെയ്ത ജാതികളുടെ അടുക്കൽ അവൻ എന്നെ മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ, മഹത്വത്തിനായി അയച്ചിരിക്കുന്നു. സക്കറിയ 2:5 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിന് ചുറ്റും ഹല്ലേലൂയ തീമതിലായിരിക്കും, ഞാൻ അതിന് നടുവിൽ മഹത്വമായിരിക്കും. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നില്ലേ പ്രിയമുള്ളവരെ? കർത്താവിന് ചെയ്ത ഉപകാരങ്ങൾ നമുക്ക് ഓർത്ത് നോക്കാം. ഹല്ലേലൂയ. അവൻ നമ്മളെ സൂക്ഷിച്ചു വെക്കുന്നു. ഹല്ലേലൂയ. അവൻ്റെ വിശ്വസ്തത, അവന് നമ്മളോടുള്ള കരുണ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം അലസരാകരുത്, മടിയരാകരുത്. ഹല്ലേലൂയ. നാം കുഴുമിലിനെ പോലെ ബുദ്ധിയുള്ളവരായി നമ്മുടെ വാസസ്ഥലം അതേ ഹല്ലേലൂയ പാറക്കെട്ടിലായിരിക്കണം. ഈ പാറയാണ് ക്രിസ്തു. ഒരു പിളർന്ന പാറയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് തിരുവചനത്തിൽ. പുറപ്പാട് 17:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ ഹോരേബിൽ നിന്റെ മുൻപാകെ പാറയുടെ മേൽ നിൽക്കും, നീ പാറയെ അടിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ പാറ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? 1 കൊരിന്ത്യർ 10:4 പറയുന്ന ആ പാറ ക്രിസ്തുവായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ ആ പാറ പുതിയ നിയമത്തിലെ ക്രിസ്തുവായിരുന്നുവെന്ന് പൗലോസ് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ ഉന്നതങ്ങളിൽ ഇരുകളന്മാരുടെ മധ്യത്തിൽ ഹല്ലേലൂയ ആ പാറ നമുക്ക് വേണ്ടി പിളർന്നു. പ്രൈസ് ദി ലോർഡ്. ആ പാറയെ അതേ സൈനികർ പട്ടാളക്കാർ കുന്തം കൊണ്ട് ആ പാറയെ പിളർന്നു. ഹല്ലേലൂയ. അവസാന തുള്ളി രക്തം വരെയും നമുക്ക് വേണ്ടി അവൻ കാൽവരിയിൽ ചിന്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്ക് വേണ്ടി, എനിക്ക് വേണ്ടി അവസാന തുള്ളി വരെയും ഈ കർത്താവ് ഹല്ലേലൂയ കാൽവരിയിൽ ചിന്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഏത് പ്രതിസന്ധി വന്നാലും നമ്മൾ ഭയപ്പെടരുത്. കാരണം നമ്മുടെ വാസസ്ഥലം, നമ്മുടെ പാർപ്പിടം കുഴിമയിലിനെ പോലെ ചട്ടാൻ പാറയിലാണെങ്കിൽ ഹല്ലേലൂയ എന്ത് ചെറിയ ഈശാനമൂലൻ ചെറിയ ഹല്ലേലൂയ ഏത് തരത്തിലുള്ള കാറ്റ് വന്നാലും നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ശത്രു നമ്മളെ ആക്രമിക്കത്തില്ല, ശത്രു നമ്മളെ പരാജയപ്പെടുത്തത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനം 118:5 കാണുന്നത്, നാം മനുഷ്യരിലല്ല ആശ്രയിക്കേണ്ടത്, യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്, പ്രഭുക്കന്മാരെ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നതാണ് നല്ലത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു രോഗം വന്നു, പ്രയാസം വന്നു, ലോകത്തിലല്ല നമ്മൾ നോക്കേണ്ടത്, സ്വന്തക്കാരിലല്ല നോക്കേണ്ടത്, നമ്മുടെ കർത്താവിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ നോക്കേണ്ടത്. സങ്കീർത്തനം 28:1 എന്താണ് പറയുന്നത്? യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ പാറയായുള്ളവേ നീ കേൾക്കാതിരിക്കരുത്. നമ്മുടെ കർത്താവ് ഉറച്ച ഒരു പാറയാണ്. ഹല്ലേലൂയ. ആ പാറയായ ദൈവത്തെ നീ ആശ്രയിക്കുമ്പോൾ ഹല്ലേലൂയ നിൻ്റെ ഭാരം മാറും, നിൻ്റെ കടബാധ്യതകൾ മാറും, നിൻ്റെ പ്രശ്നങ്ങൾ മാറും, നിൻ്റെ ഏത് ടെൻഷനുകൾ മാറും. ഹല്ലേലൂയ. അവൻ നിന്നെ കൈ നീട്ടി മകളെ മകനെ എന്ന് പറഞ്ഞ് നിന്നെ ആശ്വസിപ്പിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഹല്ലേലൂയ. കർത്താവിൻ്റെ മുഖം നോക്കുന്നവർ ഹല്ലേലൂയ അവരുടെ മുഖത്തൊരു പ്രകാശം, ഒരു പ്രസന്നത നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ് ചെയ്യുന്നത്? പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. ഒരു പാറയെ നമുക്ക് പിൻപറ്റാം. ആ പാറ നമുക്ക് വേണ്ടി ഹല്ലേലൂയ 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ആ പാറ പിളർന്നു. ആ രക്തം നമ്മുടെ പാപങ്ങളെ ഹല്ലേലൂയ അത് പോക്കി അത് നമ്മൾ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു. മൂന്നാമത്തെ ജന്തുവാണ് പ്രിയമുള്ള വെട്ടുക്കിളി, ലോക്കറ്റ്സ്. ഹല്ലേലൂയ. വെട്ടുക്കിളിക്ക് രാജാവില്ലെങ്കിലും അത് അണിയണിയായി പറക്കുന്നു. ഹല്ലേലൂയ. രാജാവൊന്നുമില്ല,
അതിനെ നിയന്ത്രിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. പക്ഷേ അണിയണിയായിട്ട് ഹല്ലേലൂയ അത് കൂട്ടം കൂട്ടമായിട്ടാണ് അത് പറന്നു പോകുന്നത്. ഞാൻ രാജസ്ഥാനിൽ ഒരു പ്രാവശ്യം ഞങ്ങളുടെ അടുത്ത വെട്ടുക്കിളി കടന്നു. ഞാനൊരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. റോഡ് മുഴുവൻ ഹല്ലേലൂയ മുന്നോട്ട് പോകാൻ വയ്യാത്ത തരത്തിൽ വെട്ടുക്കിളി നമ്മളെ അങ്ങ് ഘേറി ചെയ്തു, നമ്മളെ പൊതിഞ്ഞു. ഹല്ലേലൂയ. അന്നാണ് ഞാൻ റിയലി വെട്ടുക്കിളി നേരിട്ട് കാണുന്നത്. പ്രിയമുള്ളവരെ, യോവേൽ പ്രവചനം 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, തുള്ളൻ വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു. ഹല്ലേലൂയ. അതുപോലെ തന്നെ എൻ്റെ 1:7 ഇങ്ങനെ കാണുന്നു, അത് എൻ്റെ മുന്തിരിവള്ളിയെ ശൂന്യമാക്കി എൻ്റെ അത്തിവൃക്ഷത്തെ ഒടിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വെട്ടുക്കിളി കടന്നു വന്ന പച്ചില മൊത്തം തിന്ന് നശിപ്പിക്കും. ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് ഹല്ലേലൂയ മോശ മുഖാന്തരം ഹല്ലേലൂയ മോചിപ്പിക്കുവാൻ വേണ്ടി അവിടുന്ന് ഹല്ലേലൂയ ദൈവം കൊടുത്ത 10 ബാധകളിൽ ഒന്നാണ് ഹല്ലേലൂയ ഈ വെട്ടുക്കിളി ഒരെണ്ണം. പ്രൈസ് ദി ലോർഡ്. പുറപ്പാട് 10:5 ഇങ്ങനെ പറയുന്നു, ദേശത്ത് ഹല്ലേലൂയ ഒരു ബാധയായി വെട്ടുക്കിളിയെ ഹല്ലേലൂയ വരുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ ഈ വെട്ടുക്കിളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഒരു സ്വഭാവമുണ്ട്. എന്തെന്നറിയാമോ? അത് ഒറ്റയ്ക്ക് പുറപ്പെടുന്നില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് അണിയണിയായിട്ട് അത് ദളായിട്ടാണ് പറക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ അർത്ഥം എന്നറിയാമോ? നമുക്കൊരു ഫെലോഷിപ്പ് വേണം, നമുക്കൊരു കൂട്ടായ്മ വേണം, നമുക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് വേണം. ഹല്ലേലൂയ. ഒറ്റയ്ക്ക് ഇരുന്ന് ചിലർ പറയും, ഞാൻ പള്ളിയിലൊന്നും പോകുന്നില്ല, ആരാധനയ്ക്ക് പോകുന്നില്ല, ഞാൻ ഇന്ന് പ്രാർത്ഥിക്കാൻ പറയും. ചിലർക്ക് എന്തെങ്കിലും നീരസമായിരിക്കും മറ്റുള്ളവരുണ്ട്, പക്ഷേ അത് സാത്താൻ കൊണ്ടുവരുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാം, വടക്കേണ്ടിയിൽ ഒരു 70 കിലോമീറ്റർ ദൂരെ പോയാൽ പോലും ഒരു പള്ളി കാണാൻ പറ്റത്തില്ല, ഒരു വിശ്വാസിയെ കാണാൻ പറ്റുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് വടക്കേണ്ടിയുടെ സ്ഥിതി. എന്നാൽ കേരളത്തിലൊക്കെ ആണെങ്കിൽ കൂട്ടിമുട്ടിയ 10 പേരെടുത്ത് 8 പേരും പാസ്റ്റർമാർ. അതാണ് കേരളത്തിൻ്റെ അവസ്ഥ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഈ വെട്ടുക്കിളി അണിയണിയായിട്ടാണ് പറക്കുന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഹല്ലേലൂയ വിശ്വാസികൾ കൂട്ടമായി അതാണ് കർത്താവ് ശിഷ്യന്മാരെ അയച്ചു, ഈരണ്ടായിട്ട് അയച്ചു, ഒറ്റയ്ക്ക് ആരെ അയച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഒറ്റയ്ക്കൊരു വിറക് കൊള്ളി ഒറ്റയ്ക്കൊന്ന് കത്തത്തില്ല. ഹല്ലേലൂയ. അതിൻ്റെ കൂടെ 3-4 വിറകുകൾ ഒന്നിച്ച് വെക്കുമ്പോഴുള്ളൂ അത് ശരിയായിട്ട് കത്തും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് എന്താ വേണം? നമുക്കൊരു ഫെലോഷിപ്പ് വേണം. ഹല്ലേലൂയ. നമുക്കൊരു നല്ല കൂട്ടായ്മ വേണം. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയമായിട്ട് ഹല്ലേലൂയ നമുക്ക് ഉന്നതി പ്രാപിക്കുവാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. കൂട്ടായ്മ എന്താണ്? അത് നമുക്ക് ആശ്വാസം പകരുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ പ്രിയമുള്ളവരെ, ഹല്ലേലൂയ കർത്താവാണ് നമ്മുടെ രാജാവ്. കർത്താവ് നമ്മുടെ രാജാവാണ്. ഹല്ലേലൂയ. നാം എന്താണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. നമ്മൾ ഗണമായിട്ട് കൂട്ടമായിട്ട് നമ്മൾ പറക്കണം. ഹല്ലേലൂയ. ഫെലോഷിപ്പുമായിട്ട് ബന്ധപ്പെടണം. ഹല്ലേലൂയ. ഒറ്റയ്ക്കുള്ള ആരാധന നമ്മൾ അവസാനിപ്പിക്കണം. ഹല്ലേലൂയ. എബ്രായർ 7:2 ഇങ്ങനെ കാണുന്നു, സമാധാനത്തിൻ്റെ രാജാവ്. നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചത് ഹല്ലേലൂയ ടെൻഷനല്ല, സമാധാനമാണ് നമുക്ക് നൽകുന്നത്. സങ്കീർത്തനം 24:7 കാണുന്നു, അവൻ മഹത്വത്തിൻ്റെ രാജാവാണ്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 55:6 നമ്മളിങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ. യഹോവയെ കണ്ടെത്താവുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിപ്പീൻ. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. ഈ കർത്താവിനെ നാം കണ്ടെത്തണം. ഈ കർത്താവിനെ നമ്മൾക്ക് കണ്ടാവുന്ന ചിലരുണ്ട്, നല്ല ആരോഗ്യവും എനർജി എല്ലാം ലോകത്തിന് കളഞ്ഞിട്ട് അതെ അവസാനിക്കുന്ന സമയത്ത് ദൈവത്തിന് വേണ്ടി ഞാൻ കൊടുക്കും ജീവൻ. അത് ദൈവത്തിന് ആവശ്യമില്ല. ഹല്ലേലൂയ. ദൈവം എന്താ ആഗ്രഹിക്കും? ഇപ്പോൾ പിടിച്ച മീനെ ദൈവം ആഗ്രഹിക്കുന്നു, എക്ദം ഫ്രഷ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്. ഹല്ലേലൂയ. എന്ത്? പ്രൈസ് ദി ലോർഡ്. കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ വെട്ടുക്കിളി നമുക്കൊരു ഗുണപാഠം പഠിക്കാനുണ്ട്. എന്താണ് ആ ഗുണപാഠം? ഹല്ലേലൂയ. നമ്മൾ കൂട്ടമായി ഒരു ഫെലോഷിപ്പായി ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നമുക്ക് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതെ, 4-ാമത്തെ ജന്തുവാണ് എന്ത്? പല്ലി, അല്ലെങ്കിൽ ചിപ്കലി, അല്ലെങ്കിൽ സ്പൈഡർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വാക്യം ഇങ്ങനെ നമ്മളെ വായിപ്പിക്കുന്നു, പല്ലിയെ കൈകൊണ്ട് പിടിക്കാം, എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനയിൽ പാർക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ അരമനയിൽ പാർക്കുന്നു. പല്ലികളെ നമുക്ക് കൈകൊണ്ട് പിടിക്കാവുന്ന സംഗതികൾ, പക്ഷേ താമസിക്കണമെന്നറിയാമോ? രാജാക്കന്മാരുടെ അരമനയിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ സെക്കറിയ 4:6 നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ,
സൈന്യത്താലല്ല, ശക്തിയാലത്ര അല്ല, എൻ്റെ ആത്മാവിനല്ലത്രേ എന്നും സൈന്യങ്ങളെ യഹോവ അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഹല്ലേലൂയ. നിന്റെ ഭാരങ്ങളെ യഹോവയിൽ അർപ്പിക്കുക, ഇടുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, പൊട്ടക്കിണറ്റിൽ ഒരു വ്യക്തി കിടക്കുന്നു, ഒരു ബാലനാണ്. ആ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ബാലൻ, ഹല്ലേലൂയ, തൻ്റെ സഹോദരന്മാർ തള്ളിയതാ. മൂത്ത സഹോദരൻ പറഞ്ഞു, അവനെ കൊല്ലണ്ട കേട്ടോ, അവൻ നമ്മുടെ കൂടപ്പുറപ്പല്ലേ, ഒരേ രക്തമല്ലേ. എന്നാൽ മറ്റു സഹോദരന്മാർ ക്രൂരന്മാരായി അവനെ കൊല്ലാൻ തന്നെ ശ്രമിച്ച് അവനെ പൊട്ടക്കിണറ്റിട്ടു. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ജോസഫ് ഒരിക്കലും ചിന്തിച്ചില്ല തനിക്ക് വലിയൊരു ഒരു യാത്രയുണ്ടെന്ന്. ഹല്ലേലൂയ. ആ പൊട്ടക്കിണറ്റിൽ കൊണ്ട് നിന്റെ ജീവിതം നശിക്കുന്നില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ഒരു പ്ലാനുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൊട്ടക്കിണറ്റിൽ കിടന്ന ആ ജോസഫിൻ്റെ ചരിത്രം നമ്മളിത് പഠിക്കും. പല എപ്പിസോഡിലും കാണാൻ കഴിയുന്നില്ലേ. മിദ്യാന കച്ചവടക്കാരും തന്നെ വിലയ്ക്ക് വാങ്ങി. അത് കഴിഞ്ഞ് പൊത്തിഫറിൻ്റെ ഭവനത്തിൽ ചെന്ന് അവിടെ സന്തോഷമുണ്ടോ? അവിടെ ഇരിക്കുന്ന വലിയ ഒരു ശത്രു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടുന്ന് താൻ രക്ഷപ്പെട്ടു. അതെ, ജയിലിൽ പോയി. ജയിലിൽ ചെന്നപ്പോഴും അവിടെയും സ്വസ്ഥതയില്ല. എന്നാൽ ദേശം ഭരിക്കുന്ന ആ രാജാവ് താനൊരു സ്വപ്നം കാണുകയാൽ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ട് വ്യാഖ്യാനിച്ചിട്ട്, ഹല്ലേലൂയ, അതെ, തൻ്റെ ജീവിതത്തിനൊരു ടേണിംഗ് പോയിൻ്റ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഹല്ലേലൂയ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് വന്ന ജോസഫിനെ ദൈവം ആ ദേശത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഏറ്റവും വലിയ കുർസി, ഏറ്റവും വലിയ ചെയർ തനിക്ക് അവിടെ ലഭിക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കാരണം എന്തറിയാമോ? ഈ ജോസഫ് ഹല്ലേലൂയ 2 ഗുണമുണ്ട്. ഒന്ന്, തൻ്റെ ജീവിതം പവിത്രമായിരുന്നു, തൻ്റെ ജീവിതം പരിശുദ്ധമായിരുന്നു. താൻ എവിടെയൊക്കെ പോയോ, എവിടെയൊക്കെ താൻ ഏതെല്ലാം കാര്യക്ഷേത്രത്തിൽ എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ താൻ ജോലി ചെയ്തു, അവിടെയൊക്കെ താൻ പരിശുദ്ധനായിരുന്നു. കൂടാതെ ഹല്ലേലൂയ നമുക്ക് കാണാൻ കഴിയുന്നു, ഹല്ലേലൂയ, താൻ ദൈവത്തിൻ്റെ സംഗതി, ദൈവത്തിൻ്റെ കൂടെയായിരുന്നു, ദൈവത്തിന് ഇഷ്ടം ചെയ്യുന്നവനായിരുന്നു, ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുന്നത്, ഈ പ്രശ്നങ്ങളെല്ലാം നടുവിൽ, ഈ പ്രയാസങ്ങളെല്ലാം ഉണ്ടായപ്പോൾ ദൈവത്തിൻ്റെ ഹല്ലേലൂയ സാന്നിധ്യം ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ അനുഭവ സാക്ഷ്യം പറഞ്ഞാൽ, ഹല്ലേലൂയ, ഒരു 5 മണിക്കൂർ പറയാനുള്ള സാക്ഷ്യം എനിക്കുണ്ട്. പക്ഷേ ഹല്ലേലൂയ, ഞാൻ ഇനി എന്തെങ്കിലും നാട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഇത് പറയണമെന്നുള്ള ചിന്തയിരിക്കുക. ഞാൻ പറഞ്ഞൊരു സാരാംശം, വളരെയധികം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ കടന്നു പോകുന്നത്. എന്നാൽ ഞാൻ ഇന്നും 2 കാലം നിൽക്കാൻ കാരണം എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. പ്രിയമുള്ളവരെ, പലപ്പോഴും മൺമറഞ്ഞു പോകേണ്ടതായിരുന്നു, പലപ്പോഴും ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു. ഹല്ലേലൂയ. എന്നാൽ എൻ്റെ ദൈവം, എന്നെ സ്നേഹിക്കുന്ന ദൈവം, എന്നെ ആശ്വസിപ്പിക്കുന്ന ദൈവം തൻ്റെ കരം നീട്ടി എന്നെ നിലനിർത്തി. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തിന് ഏറ്റവും വലിയൊരു കൃപയാണ്. ഹല്ലേലൂയ. യോസഫനെ ദൈവം ആ ദേശത്തിലെ പ്രധാനമന്ത്രിയാക്കി. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളിൽ, ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളിൽ നീ തളർന്നു പോകരുത്. ഹല്ലേലൂയ. ദൈവം നിന്നെ ആശ്വസിപ്പിക്കും. ഇന്നത്തെ നിന്റെ വഴി മാറും. ലോകം നിന്നെ റിജക്റ്റ് ചെയ്യാം, എന്നാൽ ദൈവം നിന്നെ ഹല്ലേലൂയ അക്സെപ്റ്റ് ചെയ്യുന്നവനാണ്. ഹല്ലേലൂയ. ലോകത്തിൻ്റെ റിജക്ഷൻ അല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം നിന്നെ സ്നേഹിക്കുന്നു, ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നു. ലോകം നിന്നെ കൈവിടട്ടെ, ഹല്ലേലൂയ, എന്നാൽ ദൈവം നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. പ്രിയമുള്ളവരെ, മകനെ, മകളെ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ രഹസ്യത്തിലുള്ള, നീ ആരും കാണാതെ നെടുവീർപ്പെടുന്നവളാണ്, നീ നെടുവീർപ്പെടുന്നവനാണ്, നീ കരയുന്നവനാണ്, നിന്റെ വേദന ദൈവം കാണുന്നുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സക്കായി എന്താ ധരിച്ചത്? സക്കായിയെ ദൈവം കാണുന്നില്ലെന്ന് അല്ലേ? എന്നാൽ ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ ദൈവം അപ്പനെയാ ബോളോട്ട് നോക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം വ്യക്തിഗതമായി നിന്നോട് സംസാരിക്കും. 38 വർഷക്കാലം ആ ബഥേസ്ദ കുളക്കരയിൽ കിടന്ന ഹല്ലേലൂയ രോഗി എന്താ ചിന്തിച്ചെന്നറിയാമോ? എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ലെന്ന്. എന്നാൽ അവിടെ കൂടിയവരെ കാണാനല്ല കർത്താവ് അവിടെ കടന്നു വന്നത്. കർത്താവ് ആ വ്യക്തിയെ തേടിയാണ് അവിടെ വന്നത്. പ്രൈസ് ദി ലോർഡ്. നീ നിന്റെ ഹൃദയം ശുദ്ധീകരിച്ചാൽ,
നിന്റെ ഭാരം നീ ദൈവത്തോട് പറഞ്ഞാൽ, നിന്റെ പ്രയാസം നീ ദൈവത്തോട് പറഞ്ഞാൽ, നിന്റെ ദൈവം വിടിവിക്കാൻ അവിടെ ഇറങ്ങി വരും. നമുക്കറിയാം ശദ്രക്കും മേശക്കും അബേദ്നെഗോ, ഹല്ലേലൂയ, തീച്ചൂളയിൽ കർത്താവോട് നാലാമനായി ഇറങ്ങി വന്ന് നമ്മുടെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഏത് അഗ്നികുണ്ഡത്തിലായാലും ഏത് വെള്ളത്തിലായാലും നിന്നെ രക്ഷിക്കാൻ ദൈവം കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. നമുക്കറിയാം ദാവീദ് ഇടയ ബാലനായിരുന്നു. ബേഡ് ബക്കറി വെച്ചാറാണ് എന്ന് പറഞ്ഞാൽ ആടുകളെയും മറ്റും, ഹല്ലേലൂയ, ആടുകളെ ചരായിച്ചുകൊണ്ട് വനത്തിൽ കിടന്ന ആ ബാലനെ എന്തെടുത്തു? 40 വർഷം ഇസ്രായേൽ രാജാവാകാൻ ദൈവം നിയോഗിച്ചു എന്നുള്ളതാണ് സത്യം. ഹല്ലേലൂയ. ദൈവം നിന്റെ ഏത് അവസ്ഥകളെ മാറ്റുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതം, വിശുദ്ധ ജീവിതം നമുക്ക് നയിക്കാം. ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ യാത്ര ചെയ്യാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, ദൈവം നമ്മളെ അറിയും, നമ്മുടെ വേദന അറിയും, നമ്മുടെ ഭാരം അറിയും. ദൈവം നമ്മളെ തേടി വരും. മകനെ മകളെ ആ വാതിൽ തുറക്കാൻ ദൈവം നമ്മളോട് ആവശ്യപ്പെടും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനം ഇത് ദൈവം നമുക്ക് നൽകുന്നതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവ് നൽകുന്ന ജ്ഞാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് ശലോമോനെക്കാട്ടിലും ഇതാ ശലോമോൻ, ഹല്ലേലൂയ, അവനേക്കാൾ വലിയ ഒരു ദൈവം. ശലോമോന് ജ്ഞാനം കൊടുത്ത ദൈവത്തെയാണ് നമ്മൾ വിളിക്കുന്നത്. ഹല്ലേലൂയ. The fear of the Lord is the beginning of knowledge, but the fools despise wisdom and instruction. ഈ വചനം നിങ്ങൾക്ക് ആശ്വാസം പകർന്നെന്ന് വിശ്വസിക്കുന്നു. ഈ വചനം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.